നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ 6 കമ്പനികളിലെ തൊഴിൽ അവസരങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 2 വിദേശ അവസരങ്ങളാണ്, 2 എയർപോർട്ടുകളിലെ അവസരങ്ങളാണ്. എയർപോർട്ടുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു എയർപോർട്ടിലേക്കും അതുകൂടാതെ ദുബായ് എയർപോർട്ടിലേക്ക് ഒരു പ്രമുഖ കമ്പനിയുടെയും റിക്രൂട്ട്മെന്റ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ 2 വർക്ക് ഫ്രം ഹോം ആയിട്ട്, അതായത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന 2 അവസരങ്ങളും ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം. ഈ ഓൺലൈനിലൂടെ ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കുന്നതിനെ കുറിച്ച് ഒട്ടനവധി ആൾക്കാർ എന്നോട് എൻക്വയറി നടത്താറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തംബ്നെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓൺലൈനിലൂടെ പഠിക്കുന്നതിനുള്ള 10 മെച്ചങ്ങൾ. ഓർക്കുക, സെലക്ട് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓൺലൈനിലൂടെ ഡിഗ്രിയും PGയും പഠിക്കുമ്പോൾ അത് റെഗുലർ ആയിട്ട് പഠിക്കുന്നതിന് തുല്യമായിട്ട് UGC അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പം വിവിധ ഡിഗ്രി പ്രോഗ്രാംസ്, BBA, BCom, BCA, BA അങ്ങനത്തെ ഉള്ള ഡിഗ്രി, അല്ലെങ്കിൽ MCom, MBA, MCA, MA ഇങ്ങനെയൊക്കെ ഉള്ള ഒട്ടനവധി PGകളുമൊക്കെ നിങ്ങൾക്ക് സെലക്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ടൈമാണ് എന്ന് മാത്രമല്ല, ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഫീസിൽ ചില റിഡക്ഷൻസ്, സ്കോളർഷിപ്പുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10, 20,000, 25,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓൺലൈൻ ഡിഗ്രികളൊക്കെ പഠിച്ചു തുടങ്ങുവാനുള്ള അവസരങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അതല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കരിയർ ഗൈഡൻസ് നടത്തുന്നതിനുള്ള അവസരങ്ങളും ലഭ്യമാണ് എന്നറിയുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാം. ആദ്യത്തെ അവസരം വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനി ദുബായ് എയർപോർട്ടിലേക്ക് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അവിടേക്ക് വീൽ ചെയർ അസിസ്റ്റന്റുമാരെ ഹയർ ചെയ്യുന്നുണ്ട്. വീൽ ചെയർ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയായിരിക്കും, എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ വീൽ ചെയറിൽ അവരെത്തേണ്ട സ്ഥലത്തേക്ക്, മറ്റ് ഗേറ്റുകളിലേക്ക് അല്ലെങ്കിൽ എക്സിറ്റിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ വീൽ ചെയറിൽ അവരെ കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇവരെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളവരെ ഹയറിങ് നടക്കുന്നുണ്ട്. ഓർക്കുക, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം എന്നുള്ളതാണ്. അത് ഈ വരുന്ന കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട്, ട്രാവലേഴ്സും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ മാത്രമല്ല, എഴുതാനും, ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്നവരെ മാത്രം ഇതിന് അപേക്ഷിച്ചാൽ മതിയാകും. ഏജ് ക്രൈറ്റീരിയ ഒക്കെ ഇവർ നൽകിയേക്കുന്നത് ശ്രദ്ധിക്കുക. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയും, മെയിൽ കാൻഡിഡേറ്റ്സ് 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. അതേപോലെ നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. സാലറി ഇവിടെ സൂചിപ്പിക്കുന്നത് ബേസിക് സാലറി 2105 UAE ദിറം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ഓവർ ടൈമിൽ വർക്ക് ചെയ്താൽ ശമ്പളം ലഭ്യമാകും. അതുകൂടാതെ ടിപ്സ് ഇവരിവിടെ സൂചിപ്പിക്കുന്നത് മിനിമം ഏതാണ്ട് 3000 UAE ദിറം അഷ്വേർഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടിപ്പും ബേസിക് സാലറിയും കൂടെ കൂട്ടിയാൽ തന്നെ 4105 UAE ദിറം ലഭ്യമാവും. അത് 1,00,000-ലധികം പ്രതിമാസം കിട്ടുന്ന അവസരമാണ്. ഇത് കൂടാതെയാണ് ഓവർ ടൈം പോലെയുള്ള അവസരം. അതുപോലെ ഇവരിവിടെ സൂചിപ്പിക്കുന്ന അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നൽകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഓവർ ടൈമിലും ഇൻകം ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ, ഇതിന് മാത്രമല്ല എല്ലാ ജോബിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ദുബായ് എയർപോർട്ട് എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ, അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഫോട്ടോ അല്ലെങ്കിൽ സ്കാൻഡ് കോപ്പി എടുത്തിട്ട് വേണം അയക്കാനായിട്ട്. അത് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവരിവിടെ സൂചിപ്പിക്കുന്ന 1000 രൂപ പേ ചെയ്യണം എന്നുള്ളതാണ്.
ഇത് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഈ 1000 രൂപ റീഫണ്ട് ചെയ്യും എന്നും ഈ കമ്പനി സൂചിപ്പിക്കുന്നുണ്ട്. കാരണം പല കുട്ടികളും അപ്ലൈ ചെയ്തിട്ട് സമയമാകുമ്പോൾ ഇന്റർവ്യൂവിൽ വരാതെ മുങ്ങുന്ന കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ 1000 രൂപ റിട്ടേൺ ചെയ്യത്തില്ല. എന്നാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഫെയിൽ ആയാലും നിങ്ങൾ പാസ്സായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഈ 1000 രൂപ റീഫണ്ട് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്റർവ്യൂ തന്നെ 4 സ്റ്റെപ്പുകൾ കാണും. ആദ്യത്തെ 3 സ്റ്റെപ്പുകളും ഒരു ദിവസം തന്നെ നടക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് മെയിനായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരിക്കും പരിശോധിക്കുക. അത്യാവശ്യം ഇംഗ്ലീഷിൽ നന്നായി എഴുതാനും വായിക്കാനും ഒക്കെ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഫൈനൽ റൗണ്ടും ലഭ്യമാകും. നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങളുടെ എക്സ്പെൻസുകൾ, ഉദാഹരണത്തിന് ട്രാവൽ എക്സ്പെൻസ്, അതേപോലെ തന്നെ മെഡിക്കൽ, അതൊക്കെ ബെയർ ചെയ്യുവാനായിട്ട്, അതേപോലെ ഒരു സർവീസ് ഫീസും നൽകുവാനായിട്ട് റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അവസരത്തിന് ട്രൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. നിങ്ങളുടെ റെസ്യൂമെയും പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്കും നൽകി വേണം അപേക്ഷിക്കാൻ. ഓർക്കുക, ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇതിന് പോകും എന്ന് ഉറപ്പുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും എന്നാണ് കമ്പനി സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത അവസരം നമുക്ക് പരിശോധിക്കാം. ഇംപെക്സ് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയാണ്. TV ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവര് ബിടെക്കുകാരെയും ITIക്കാരെയും ഡിപ്ലോമ ഹോൾഡേഴ്സിനെയും കേരളത്തിലേക്ക് ഒരു ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, സർവീസ് എഞ്ചിനീയർ ഉണ്ട്, PCB പാനൽ, അതുപോലെ ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ഉണ്ട്, QC എഞ്ചിനീയർ ഉണ്ട്. ഈ തസ്തികകളിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ITI, ഡിപ്ലോമ, ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ കഴിഞ്ഞവരായിരിക്കണം. മികച്ച ശമ്പളമാണ് ഇവരെ ഓഫർ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. അങ്കമാലിയിലായിരിക്കും ജോബ് ലൊക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം ലഭ്യമായിരിക്കുന്നത് ഒരു വിദേശ അവസരം കൂടിയാണ്. ഒമാനിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയായ ഒഡേപക് അനൗൺസ് ചെയ്തിരിക്കുന്ന അവസരമാണ്. ഒമാനിലേക്ക് ടീച്ചേഴ്സിനെ അതേപോലെ മറ്റ് സ്റ്റാഫുകളുടെയും ഒക്കെ ഹയറിംഗ് ആണ്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കെമിസ്ട്രി ടീച്ചറുണ്ട്, മാത്സ് ടീച്ചറുണ്ട്, ഫിസിക്സ് ടീച്ചറുണ്ട്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ടീച്ചറുണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, അതേപോലെ സയൻസ് ടീച്ചേഴ്സ് ഉണ്ട്, മലയാളം ടീച്ചേഴ്സ് ഉണ്ട്. ഇതുകൂടാതെ കൗൺസിലേഴ്സിനെയും STEM ടീച്ചേഴ്സിനെയും ഒക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ ഏജ് ലിമിറ്റും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 21-ാം തീയതി മാർച്ചിന് മുമ്പായിട്ട് അപേക്ഷിക്കണം. ഓർക്കുക, കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴിയുള്ള റിക്രൂട്ട്മെന്റ് ആണ്. വലിയ തട്ടിപ്പില്ലാതെ, വലിയ ചെലവൊന്നും ഇല്ലാതെ ഈ അവസരങ്ങളിലേക്ക് എത്താം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു അവസരം ഒന്ന് പരിശോധിക്കാം. മറ്റൊരു അവസരം പിന്നാലെ ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളത് സൂചിപ്പിക്കാം. ഈ ഒരു അവസരം ജിയോയിലാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ടെലികോം കമ്പനികളിലൊന്നാണ് ജിയോ എന്നുള്ളത്. ജിയോയിൽ ഒരു അഡ്വൈസർ കസ്റ്റമർ സപ്പോർട്ട് എന്ന തസ്തികയിലേക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഓൾ ഇന്ത്യ ബേസിസിൽ, പാൻ ഇന്ത്യ ബേസിൽ അവസരങ്ങളുണ്ട്. ഇവരെ എലിജിബിലിറ്റി ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പെർമനന്റ് വർക്ക് ഫ്രം ഹോം ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നോൺ മെട്രോപൊളിറ്റൻ സിറ്റീസിലേക്കായിരിക്കും. അതായത് വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ചെന്നൈ അല്ലെങ്കിൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ, അങ്ങനെയൊക്കെയുള്ള വലിയ സിറ്റീസ് അല്ലാത്ത സിറ്റീസുകളിലേക്ക് ഇന്ത്യയിൽ ആകമാനം ഹയറിംഗ് നടക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രോസസ്സ്? ചാറ്റ് ആൻഡ് ഇമെയിലിലൂടെ ആയിരിക്കും കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് കോളുകളും വിളിക്കേണ്ടതായിട്ട് വരും. നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള മിനിമം ഒരു 6 months എങ്കിലും ഒരു BPO എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷന്, നല്ല ഫോണിൽ നിന്ന് എടുക്കുന്ന അതിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനും അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ അപ്ലൈ ചെയ്യേണ്ട എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം. ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. റൊട്ടേഷണൽ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഓർക്കുക, ഈ ജിയോയിലേക്ക് ഈ അഡ്വൈസർ കസ്റ്റമർ സപ്പോർട്ട് കൂടാതെ മറ്റൊരു റോളിലേക്കും വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു അവസരം, അത് നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ ഒത്തിരി പേര് അങ്ങനെ ജിയോയിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ അവസരം വിശദമാക്കുന്ന വീഡിയോ ഈ യൂട്യൂബ് ചാനൽ തന്നെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയാണ്. താല്പര്യമുള്ളവർക്ക് ജിയോയിലെ ആ ഒരു വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള അവസരവും പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു എയർപോർട്ട് അവസരവും അതിനുശേഷം വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള മറ്റൊരു അവസരവും പരിശോധിക്കാം.
കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 4 തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇത് ആദ്യത്തെ ചില തസ്തികകളൊക്കെ എക്സ്പീരിയൻസ് വേണ്ടവർക്കുള്ള അവസരങ്ങളാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് 4ാമത്തെ വേക്കൻസി ഒന്ന് മനസ്സിലാക്കാം. 4ാമത്തെ അവസരം ശ്രദ്ധിക്കുക. ജൂനിയർ അസിസ്റ്റന്റ്. ഈ ഒരു തസ്തികയിലേക്ക് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരമാണ്. 6 വേക്കൻസികളാണുള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കുക. സിമ്പിൾ ഗ്രാജുവേറ്റ്, നോൺ എഞ്ചിനീയറിംഗ്, അതായത് എഞ്ചിനീയറിംഗ് അല്ലാത്ത ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. BSc, BA, BCom അങ്ങനെ ഏത് ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം. ഓർക്കുക, ഫസ്റ്റ് ക്ലാസ് മാർക്ക് നേടിയിരിക്കണം, 60% മാർക്ക് നേടിയിരിക്കണം. ഇനി ഡിഗ്രി അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. പക്ഷേ അവർക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, +2 ശേഷം ഡിപ്ലോമ പഠിച്ചവരും ആയിരിക്കണം. അപ്പോൾ ആരെയായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക? എഞ്ചിനീയറിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്ക് +2 കഴിഞ്ഞ് ഡിപ്ലോമ പോയവർക്കും അപേക്ഷിക്കാം. ഫസ്റ്റ് ക്ലാസ് മാർക്ക് 2 കൂട്ടർക്കും നേടിയിരിക്കണം എന്ന് മാത്രമല്ല, ഈ ഡിപ്ലോമക്കാരാണെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് പഠനശേഷം ഉണ്ടായിരിക്കണം. ഡിഗ്രിക്കാർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇനി ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എവിക്ട് ഫാമിലിയിൽ പെടുന്നു. എവിക്ട് എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിന്റെ പണിയുമൊക്കെയായി ബന്ധപ്പെട്ട് എയർപോർട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാണെങ്കിൽ, അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട വന്നവരാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. പിന്നെ ഏജ് ലിമിറ്റ് 25 വർഷം വരെയാണ്. ഈ എവിക്ട് ഫാമിലിയിലുള്ളവരാണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ, അതായത് 30 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഇതിന്റെ ശമ്പളം 27,500 രൂപ പെർ മന്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം 4ാമത്തെ ജൂനിയർ അസിസ്റ്റന്റ് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരമാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലഭ്യമായിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഇവരുടെ സൈറ്റിൽ പോയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഓർക്കുക, നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ 500 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. എന്നാൽ ഈ എവിക്ട് ഫാമിലിയിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും സെലക്ഷന്? ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. സെലക്ഷൻ പ്രോസസ് വിൽ ബി ബേസ്ഡ് ഓൺ റിട്ടൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. അതായത് 100ലധികം കാൻഡിഡേറ്റ്സ് ഉണ്ടാവുകയാണ്. ഉറപ്പായും 100ലധികം കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യും. അപ്പം റിട്ടൺ ടെസ്റ്റിനെയും ഇന്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഓർക്കുക, ഇതിന്റെ സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. എന്നുവരെ അപ്ലൈ ചെയ്യാം? ഇവിടെ കാണാനായിട്ട് കഴിയും. 11-ാം തീയതി മാർച്ച് മുതൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 31-ാം തീയതി മാർച്ച് 5 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഈ എയർപോർട്ടിന്റെ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവിടെ നിങ്ങൾക്ക് ഈ വേക്കൻസികൾ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജൂനിയർ അസിസ്റ്റന്റ് ആണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ നൗ എന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് വേണം അപേക്ഷിക്കുവാനായിട്ട്. ഇനിയും മോസിലോർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള അവസരമാണ്. അവരുടെ സൈറ്റിലേക്ക് വന്നാൽ ഒട്ടനവധി അവസരങ്ങൾ കാണാം. ഇതിനകത്ത് ഈ കസ്റ്റമർ സക്സസ് സ്പെഷ്യലിസ്റ്റ് എന്ന അവസരം ശ്രദ്ധിക്കുക. റിമോട്ടാണ്, അതായത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. ഫുൾ ടൈം ജോലിയാണ്. 2 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അതിൻ്റെ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. വ്യൂ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. റെസ്പോൺസിബിലിറ്റീസ്, ജോലിയുടെ ഒരു ഉത്തരവാദിത്വം ഇവിടെ നൽകുന്നുണ്ട്. ഇനി ആരെയായിരിക്കും ഹയർ ചെയ്യുക? സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻഡസ്ട്രിയിൽ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരമുള്ളത്. സാസ് ആൻഡ് പ്രോഡക്റ്റ് ബേസ്ഡ് എക്സ്പീരിയൻസ് ഉള്ളവരെ പ്രിഫർ ചെയ്യും. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതാണ് സാസ്. അതേപോലെ പ്രോഡക്റ്റ് ബേസ്ഡ് എക്സ്പീരിയൻസ് ഉള്ളവരെ പ്രിഫർ ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ കോൺഫിഗറിങ് സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ജോലിയുടെ ഒരു സ്വഭാവം, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേണം അപേക്ഷിക്കുവാനായിട്ട്. ഇതിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം നോക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു 6 അവസരം ഞാൻ കണ്ടെത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, എയർപോർട്ട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.